ഇന്ന് സൺഡേ ആണ്, ഹോളിഡേ ആണ്. പക്ഷെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. കുളിക്കൽ, അലക്കൽ, നനയ്ക്കൽ, ഫേസ് കെയർ, സ്കിൻ കെയർ ഇതെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിലാണല്ലോ ചെയ്തു പോകാറുള്ളത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ തലേന്ന് തുടങ്ങാം. തലയിൽ ആവശ്യത്തിലധികം താരനുള്ളത് കൊണ്ടും കഴിഞ്ഞ പരീക്ഷണങ്ങളെല്ലാം വൻ പരാജയങ്ങളായതുകൊണ്ടും ഞാനിതേ പുതിയ പരീക്ഷണത്തിലോട്ട് കിടക്കുകയാണ്. അതാണ് ഈ ഹെയർ ഓയിൽ. പൊതുവേ തലയിൽ താരനുണ്ടെങ്കിൽ എണ്ണ തേക്കുന്നത് നല്ലതല്ല എന്ന് ആളുകൾ പറയുമെങ്കിലും ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് നമുക്കിതും ചെയ്തു നോക്കാം. ഈ എണ്ണ കഴിഞ്ഞ ആഴ്ച പാലക്കാട് ഫെസ്റ്റിന് പോയപ്പം ആ കടയിലൊരു പുള്ളിക്കാരൻ 100% റീഫണ്ടബിൾ ആണ്, ഉപയോഗിച്ച് നോക്കിയിട്ട് മാമിന് താരൻ കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു തരാം എന്ന് പറഞ്ഞൊരു നമ്പറൊക്കെ തന്നതിന് ശേഷമാണ് ഞാനിത് വാങ്ങുന്നത്. ഏതായാലും നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം. എണ്ണയ്ക്ക് നല്ല മണമുണ്ട്. നമ്മൾ ഓരോ മുടിയിഴകളായിട്ട് എടുത്ത് ഡ്രോപ്പറിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല സുഖമുണ്ട് തണുത്ത എണ്ണ തലയിൽ വീഴുമ്പോൾ. അതിനുശേഷം എല്ലാവരുടെയും ഒന്ന് ആയെന്ന് തോന്നുമ്പോൾ നമ്മൾ തലയ്ക്ക് നല്ല മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല സുഖമുണ്ട്. വേറെ ആരെങ്കിലും ചെയ്ത് തന്നിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ സുഖം കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് സുഖിക്കാം. അങ്ങനെ അത്യാവശ്യം ഒന്ന് തലയിലൊക്കെ ഒന്ന് എണ്ണ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മുഖത്തോട്ട് കിടക്കാം. ഹോസ്റ്റലിൽ വെള്ളം മാറിയതിന് ശേഷം മുഖത്തിൻ്റെ കണ്ടീഷനൊക്കെ വളരെ പരിതാപകരമാണ്. 2 വട്ടം ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി കഴിഞ്ഞാൽ മുഖം മുഴുവൻ വെള്ളപ്പാണ്ട് പിടിച്ചതുപോലെയാണ് ഇരിക്കുന്നത്. മുഖത്ത് എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് ആവി പിടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുകൊണ്ട് ആവിയെല്ലാം പിടിച്ച് വന്ന് നമുക്ക് നമ്മുടെ സ്കിൻ കെയർ തുടങ്ങാം. ഇന്ന് ഞാൻ ഹണിയും കോഫിയും കൂടെയുള്ള ഒരു ഫേസ് പാക്കാണ് ഇടാൻ പോകുന്നത്. ഹണി എന്ന് പറയുന്നത് വളരെ മോയ്സ്ചറൈസ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. കോഫി എക്സ്ഫോലിയേഷന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മുഖം ഇപ്പോൾ ഡ്രൈ ആയി ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫേസ് പാക്ക് നല്ലതായിരിക്കുമെന്ന്. അങ്ങനെ ഫേസ് പാക്കൊക്കെ ഇട്ട് ഒരു 20-30 മിനിറ്റ് ഇരുന്നതിന് ശേഷം മുഖമെല്ലാം കഴുകി വന്നിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം മോയ്സ്ചറൈസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മളിത് എല്ലാ ഞായറാഴ്ചകളിലും ചെയ്യണം. പൊതുവേ ഞായറാഴ്ചകളിൽ മടി പിടിക്കുന്നത് കൊണ്ട് നമ്മളിതൊന്നും ചെയ്യാത്തത് കൊണ്ടും ആണ്ടിലും അമാവാസിക്കും ചെയ്യുന്നത് കൊണ്ടും വലിയ റിസൾട്ടൊന്നും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കരുത്. കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ് എന്നാണല്ലോ. ശേഷം നമ്മൾ വിസ്തരിച്ച് നല്ല ഷാമ്പൂ ഒക്കെ ഇട്ട് കണ്ടീഷണറൊക്കെ ഇട്ട് കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിതേ ഒരു ബബ്ലൂസ് നാരങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പൊളിക്കേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ കുറേ പാടുപെട്ടു. പക്ഷേ വിശക്കുന്നത് കൊണ്ടും ബബ്ലൂസ് നാരങ്ങ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടും കുറച്ച് പാടുപെട്ടിട്ടാണെങ്കിലും നമ്മളത് മുറിച്ച് കഴിച്ച് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. സ്കിൻ കെയറും ഹെയർ കെയറും തീറ്റയും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം 4 മണി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കാം, അല്ലെങ്കിൽ പോയി കിടന്നുറങ്ങാം. ഓക്കെ, ബായ്.